ഹായ്, നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വന്ധ്യത ഒരു വാർത്തയല്ലാതായിരിക്കുകയാണ്. എന്താണ് വന്ധ്യതയ്ക്ക് പിന്നിലുള്ള വ്യക്തമായ കാരണങ്ങൾ എന്ന് വിശകലനം ചെയ്യാനാണ് ഈ ആ, ചെറിയ നിമിഷങ്ങൾ നിങ്ങളോട് കടം ചോദിക്കുന്നത്. നമ്മുടെ കുട്ടികളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ, ഇന്ന് അവർക്ക് വളരെ ഏർലി ആയിട്ട് തന്നെ ഒരു അഡോളസൻ്റ് ലൈഫ് ഉണ്ടാകുന്നുണ്ട്. കേവലം 4ാം സ്റ്റാൻഡേർഡിലോ 5ാം സ്റ്റാൻഡേർഡിലോ ആകുമ്പോൾ തന്നെ അവർ പീരീഡ്സ് ആകുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ അന്ന് അവർക്ക് 10 വയസ്സ് ശരാശരി പ്രായമുണ്ടായിരിക്കാം. അവർക്ക് ഒരു 30 വർഷം ഒരു ഫെർട്ടൈൽ ലൈഫ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് 40 വയസ്സാകുമ്പോൾ പീരീഡ്സ് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഒരു ഹെൽത്തി ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മിഡ് മെറ്റേണിറ്റി മെച്യൂരിറ്റി ആ ടൈമിലാണ്. അപ്പോൾ ഏകദേശം അത് ഒരു 25-30 വയസ്സിനകം ആണ് അവരുടെ ഒരു ഗുഡ് ഫെർട്ടൈൽ ലൈഫ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം ഒരു മെരൈറ്റൽ ലൈഫിനെ പറ്റി ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏജ് വളരെ അഡ്വാൻസ് ചെയ്തിട്ടായിരിക്കും അവരൊരു മെരൈറ്റൽ ലൈഫിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. ഇത് ഒരു പ്രധാന വിഷയമാണ്. മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ നമ്മൾ അലർജി മുതൽ ഉള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്കായിട്ട് ചെലുത്തിവിടുന്ന പല ഡ്രഗുകളും, പ്രത്യേകിച്ച് ഈ സ്റ്റിറോയിഡ് ഡ്രഗുകൾ, മറ്റ് ആൻറ്റി അലർജിക് ഡ്രഗുകൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. പിന്നെ നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വാരിപ്പൂശുന്ന പല ലേപനങ്ങളും ഇത്തരം ഡെർമൽ അബ്സോർപ്ഷൻ വഴി നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിന് വഴിവെക്കും. അതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണമാണ് നമ്മുടെ കഴുത്തിലും സ്കിൻ ഫോൾഡിങ്ങുകളിലും ഒക്കെ വരുന്ന നിറവ്യത്യാസം, അഴുക്ക് പറ്റിയ പോലുള്ള പാടുകൾ, മുഖത്ത് മീശരോമം താടിരോമം ഒക്കെ വളരുക, തലയിൽ മുടി കൊഴിഞ്ഞു പോവുക, മുഖത്ത് കണ്ണിന് താഴെയൊക്കെ, മൂക്കിന് കുറുകെ ഒരു സാഡിൽ മാർക്കിങ്, ഇതെല്ലാം തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രാഥമികമായ ലക്ഷണങ്ങളാണ്. ഇതിനെല്ലാത്തിനും ഉപരി ഈ ഭക്തി തലയ്ക്ക് പിടിച്ച ജനം ഈ പീരീഡ്സ് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് ക്ഷേത്രത്തിൽ പോകാനും അല്ലെങ്കിൽ നേർച്ചകൾ നേരാനുമൊക്കെ സ്വമേധയാ ഇഷ്ടാനുസരണം മാറ്റി വയ്ക്കാനായിട്ട് ചെലുത്തിവിടുന്ന ഹോർമോൺ ഗുളികയാണ്. ഇത് നമ്മുടെ ഹോർമോണൽ ബാലൻസിൻ്റെ ആ ഹാർമണിയെ താളം തെറ്റിക്കും. ഇതും വരുത്തി വയ്ക്കുന്ന വൈതരണി വളരെ വലുതാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ വൈതരണികളെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് പരമാർത്ഥം.